ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി മത്തായി 18 അധ്യായം 19 20 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 18 19 20 വാക്യങ്ങൾ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥനയ്ക്കായി എങ്ങനെ ഒരുങ്ങണമെന്നും ഒക്കെ കർത്താവ് വിവിധ ഭാഗങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 6 അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാർന്ന ചില വശങ്ങളെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. ഈ ഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. 2 3 പേർ ഐക്യമത്യപ്പെട്ട് യാചിക്കുന്ന ഏത് കാര്യവും സ്വർഗത്തിലുള്ള പിതാവ് നൽകും എന്ന ഉറപ്പാണ്. ഐക്യത്തോടെ പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂടി വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ആരോടെങ്കിലുമൊക്കെയുള്ള വിരോധമോ പകയോ അകൽച്ചകളോ മനസ്സിലുണ്ടെങ്കിൽ ആദ്യം അത് പറഞ്ഞ് ഒത്തുതീർത്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ മാനിക്കുകയും കേൾക്കുകയും ചെയ്യും. പരസ്പര ശത്രുതാ മനോഭാവത്തോടെ ഒന്നിച്ചു വന്നിരുന്ന ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥനയല്ലെന്ന് കർത്താവ് വളരെ വ്യക്തമായി ഇവിടെ നമ്മളോട് പറയുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ല പ്രശ്നം, മനസ്സിൻ്റെ അകൽച്ചകളാണ് പ്രശ്നം. അവിടെയാണ് ഐക്യമത്യപ്പെടണം എന്ന ആഹ്വാനം ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നത്. നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഐക്യം, സ്നേഹം, കൂട്ടായ്മ, ബന്ധം ഇതൊരു വലിയ ശക്തിയാണ്. അതിനെ ദൈവം മാനിക്കും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് അതിന് ഉത്തരം നൽകുന്നു. അതിനുള്ള കാരണം 2 3 പേർ അവൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും അവൻ ഉണ്ടായിരിക്കുമെന്നാണ്. കർത്താവ് ഒരു ജഡത്തിൽ കാണപ്പെടുന്നില്ല എന്ന് പറയാം, എങ്കിലും അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിൽ വന്നു എന്ന് കാണുന്നു. ഒരു ഫിസിക്കൽ പ്രസൻസിനേക്കാൾ കർത്താവിൻ്റെ ഇൻവിസിബിൾ പ്രസൻസ് അത് ഏറ്റവും ശക്തമാണ്. ശിഷ്യന്മാർക്ക് ഒരു പക്ഷെങ്കിൽ അങ്ങനെയും, എന്നാൽ ജഡികമായിട്ടുള്ള പ്രത്യക്ഷതയും അവരുടെ മുൻപിൽ കർത്താവ് കാണിച്ചിട്ടുണ്ടാവാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനാ വേളകളിലും ഇതൊരു വലിയ മാതൃകയായി ഉപദേശമായി സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ മാനിക്കും. ഇവിടെ പറയുന്നു 2 3 പേര്, ഒരുപാട് ആൾബലത്തിലല്ല, ഒന്നിച്ച് ഇരിക്കുന്ന ആളുകളുടെ ആത്മാവിലുള്ള ഐക്യമാണ് ഏറ്റവും പ്രധാനം. ഇസ്രായേൽ മക്കളെ ആകർഷിച്ചിരുന്ന ശക്തി ദൈവത്തിൻ്റെ നാമമായിരുന്നു. ആവർത്തന പുസ്തകം 12 അധ്യായത്തിലും 15 16 ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം ദൈവനാമമായിരുന്നു അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അവൻ്റെ നാമം നമ്മുടെ സങ്കേതവും ഗോപുരവുമാകുന്നു എന്ന് 18 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. നമ്മൾ കുതിരകളിലും രഥങ്ങളിലുമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ അത്ര ആശ്രയിക്കുന്നത്. കുതിരയും രഥവും മനുഷ്യ ശക്തിയുടെ ബാഹ്യ പ്രകടനമാണ്. അതുകൊണ്ട് കുതിര സവാരി ഇസ്രായേലിന് അനുവദിക്കപ്പെട്ടിരുന്നില്ല. ആവർത്തന പുസ്തകം 17 അധ്യായത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയില്ല എന്നാണ്. അപ്പോൾ ഭൗമികമായ ശക്തികളല്ല, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ശക്തിയാണ്, സാന്നിധ്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക, ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു ബലവും കരുത്തുമാണ്. കരങ്ങൾ കോർത്ത് പിടിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ശക്തിയാണ്. നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ ലഭിക്കും.
അങ്ങനെയൊക്കെ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥനകളിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച പുതിയ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അകൽച്ചകളില്ലാത്ത മനസ്സുമായി അങ്ങയുടെ സന്നിധിയിൽ കൂടി വരാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഒത്തുതീർപ്പോടും പരസ്പര സ്നേഹത്തോടും ഐക്യമത്യത്തോടും കൂടെ അങ്ങയുടെ മുൻപാകെ വന്ന് നിൽപ്പാനും യാചിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആരോടെങ്കിലുമൊക്കെയുള്ള പ്രയാസങ്ങളും അകൽച്ചകളും എല്ലാം മാറി മനസ്സ് ശുദ്ധമായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ കർത്താവേ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ബലഹീന മനുഷ്യരാണല്ലോ. ഞങ്ങളുടെ ജടികമായ കുറവുകൾ ക്ഷമിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടരുതേ. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.